ഭാഗ്യക്കുറിയിൽ ഇന്ന് എവിടെ പോയി കിടക്കുന്നു? അതെ, ഒന്ന് നിർത്തോ? എന്താ ജാനകി? എനിക്കൊരു കാര്യം പറയാനായിട്ട്. പറഞ്ഞു. എനിക്ക് കല്യാണം കഴിഞ്ഞാലും പഠിക്കണം, ജോലിക്ക് പോകണം. അതാ എൻ്റെ ആഗ്രഹം. അതൊക്കെ ആണെങ്കിൽ എനിക്കും ഓക്കെ. എനിക്കും ഇഷ്ടമാണ്. ശരിക്കും? സമയായിരിക്കണോ? അല്ല. ഹലോ ഹലോ ഹസനെ ചേട്ടാ, 3:59 ആയാലുള്ളൂ. 4 ഞാൻ തട്ട കാണും. കാണും ഉറപ്പ്. പോയോ? എടാ മാറേ, അല്ല റാമേ, വാടാ. എടാ സമയം പോതടാ. ബാക്കിയുള്ളവന്റെ വാല തീ പിടിച്ചിരിക്കുമ്പോഴാണ് റൊമാൻറ്റിക്. എടാ വാടാ, കൊലക്ക് കൊടുക്കുന്നതാ എന്നെ. ഓക്കെ. അമ്മേ നാരായണ, ദേവി നാരായണ. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇന്ന് വൈകിട്ട് 6 മണിക്ക് നടക്കാനിരുന്ന ചില സാങ്കേതിക കാരണത്താൽ ചവിട്ട് നാടകമായി ഉടൻ തന്നെ ആരംഭിക്കുന്ന ഒരു പ്രത്യേക അറിയിപ്പ്. ഇടിയൂർ അനന്തന്റെ പാപ്പാൻ. ശ്രദ്ധിക്കുക, ഇടിയൂർ അനന്തന്റെ പാപ്പാൻ ഗോൾഡൻ ബാബു. ഗോൾഡൻ ബാബുവിന്റെ പ്രത്യേക ശ്രദ്ധയിൽ ഇത്രയും വേഗം ആനയെ നടപ്പന്തലിൽ നിന്നും അഴിച്ചു മാറ്റേണ്ടതാണ്. എടാ കുഞ്ഞെ, ചെറു തുറന്നുണ്ടോ ഒഴിക്കാൻ? ഇത് നിന്റെ ഊത്ത കൈലാസനാഥനല്ല, ഞാൻ നായകനാകുന്ന ഹനുമാൻ കണ്ട ലങ്ക എന്ന് പറയുന്ന നാടകം. ഇവിടെ മദ്യപാനം പാടില്ല. കമ്മിറ്റിക്കാരെ ഇളകിയിട്ടുണ്ട്. ഇപ്പൊ വരും. അമ്മർക്ക് സുറയെ പറ്റി അറിയില്ല. നോക്ക് കൈക്കരുത്താണ് ബലം. ഇതോ? ഇതേ പപ്പടം പൊടിയുന്ന പോലെ, പപ്പടം പൊടിയുന്ന പോലെ ഇപ്പൊ പൊടിക്കും കേട്ടാ. ഏറ്റവും പുതിയ ഹനുമാൻ നാടകത്തിന് അവസരമുണ്ടാക്കുന്ന കമ്മിറ്റിക്കാർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ
വലത് കാലിൽ മക്കളെ ചേട്ടാക്ക് നല്ലൊരു ഫോട്ടോതാ ചിരിക്കേ. അമ്മേ അമ്മയ്ക്ക് വന്നേ നീ പോലെ അമ്മയ്ക്ക് മാറിക്കോ എനിക്ക് മാറ് ഒളിച്ച് കളിക്കാം. ആ നിന്നേ ആ ചിരിച്ചോ ചിരിച്ചോ. അതെ ഇവരൊക്കെ അല്ലെങ്കിൽ തന്നെ എനിക്ക് ഈ ഫോട്ടോയിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഈ പ്രായത്തിൽ ഫോട്ടോ എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് അവസാനം ഒരെണ്ണം എടുക്കാം, ഫ്രെയിം ചെയ്ത് വെക്കാം. എല്ലാം എടുത്തോടി. ആ എല്ലാം എടുത്തോട്ടാ. ശരി അമ്മ. ശരി മോളെ എനിക്ക് പോയിട്ട് വാ. എന്നാ പിന്നെ ഞങ്ങള് പോയിട്ട് ആ വരാം. ശരി മോളെ പോയിട്ട് വാ. പിന്നെ പോയിട്ട് ഓടി വരുവൊന്നും വേണ്ട, 2 ദിവസം അവിടെ നിന്നിട്ടൊക്കെ വന്നാൽ മതി. ശരി ശരി അമ്മ. അമ്മ പോയിട്ട് വരട്ടെ. ഇവിടെ ഇറക്കാം. അച്ഛ വീട്ടിൽ പോയി അട്ടിപ്പേർ കിടക്കൊന്നും ചെയ്യരുത്. അവിടെ കറങ്ങി നിൽക്കാതെ മര്യാദയ്ക്ക് ഇങ്ങോട്ട് പോന്നേക്കണം. എന്നാ പൊക്കോ. അതെ ഇതൊന്നും കഴിയാറായില്ലടാ. ഇപ്പൊ തിരിഞ്ഞേട്ടാ. അമ്മേ മരുന്ന് സമയത്ത് കഴിച്ചോണേ. ഈ പോടെ ഇറക്കാം. നീ പറഞ്ഞിട്ടാണ് ഞാൻ സമയത്ത് മരുന്ന് കഴിക്കുന്നത്. പോയല്ലേ. ടാറ്റാ. ഇല മുഴുവനും കാക്കത്ത് കിട്ടാം. എടി ഉഷേ, പിള്ളേര് വന്ന് ഇതെടുത്ത് വെച്ചോ. അച്ഛൻ പതിവില്ലാതെ പണിയിലാണല്ലോ. നിന്റെ അല്ലേ അച്ഛൻ. അച്ഛനൊന്നും പോയില്ലായിരുന്നു. ഓ കമ്മിറ്റിയാ പോയില്ല. നിങ്ങൾ വാ, പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അമ്മേ ചുറ്റപ്പിനൊക്കെ എന്തേ പോയോ? അങ്ങോട്ട് കേറിക്കേ. അമ്മ ഏതാണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. വാ എടി മോന് കുടിക്കാൻ വല്ലോ എടുത്തേ. കൃഷ്ണ, താനെന്താണ് ഇവിടെ തനിയിരിക്കുന്നേ? ഒന്നുമില്ല ടീച്ചർ. തനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. താൻ ഓക്കെ ആണല്ലോ അല്ലേ? എന്തെങ്കിലും വയ്യാഴിക ഉണ്ടേ പറയണം കേട്ടോ. ഏട്ടാ പോയി. ഏട്ടാ ദൈവമേ എന്തായി കാണിക്കണേ? എന്താടി കളയങ്ങോട്ട്. കളയാം. കളയാൻ നടക്ക്. വാ. അച്ഛനെ കണ്ടിരുന്നു. വാ ഏട്ടാ. വാ ജാനകി. ഞാൻ വരുന്നേട്ടാ. ഇവിടെ എല്ലാവരും നേരത്തെ കിടക്കുമല്ലേ? ഇന്ന് മൊത്തത്തിൽ പൊടിക്കുന്ന ഗ്ലാമർ കൂടിയിട്ടുണ്ട്. ഓ ഇടുന്ന്. അതെ, പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു.
കഴിഞ്ഞ ആഴ്ച നമ്മുടെ കല്യാണം തിരക്കൊക്കെ ആയിട്ടെ ഒരുപാട് ക്ലാസ് മുടങ്ങി. ഞാൻ അടുത്ത ആഴ്ച തൊട്ട് ക്ലാസ്സിന് പോയിക്കോട്ടെ? അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിൻ്റെ കാര്യം നമുക്ക് അടുത്ത ആഴ്ച തീരുമാനിക്കാം. ഇതുപോലെ നല്ലൊരു ദിവസമായിട്ട് എൻ്റെ മൂഡ് കളയല്ലേ ജാനു. ജാനകി മോളെ, ജാനകി. ആ എന്താമ്മേ? ഈ അമ്മയുടെ ഒരു കാര്യം. മോളെ എന്താ വരുമോ അമ്മേ? മോക്ക് മീൻ വെട്ടാൻ അറിയാവോ? ഇല്ല അമ്മേ, എനിക്കറിയില്ല. അത് കുഴപ്പമില്ല, അമ്മ പഠിപ്പിച്ചു തരാം. മോളെ അടുക്കളയിട്ട് വാ. അയ്യോ, എനിക്ക് കുറച്ച് തുണിയൊക്കെ മടക്കി. അത് കുഴപ്പമില്ല, എൻ്റെ ഉണ്ട്. മീൻ വെട്ടി കഴിഞ്ഞിട്ട് രണ്ടും കൂടെ മോള് മടക്കി വെച്ചാൽ മതി. വാ. ഇന്ന് ഞാൻ വെട്ടി കാണിച്ചു തരാം. നാളെ തൊട്ട് മോള് ചെയ്യണം കേട്ടോ. വാ. എന്താ ചെയ്യാ? കേട്ടോടി മോളെ, റാമിന് അച്ഛന്റെ സൗന്ദര്യമൊക്കെയാ കിട്ടിയിരിക്കുന്നത്, പക്ഷെ ബുദ്ധി അതെന്റെ ഇത് തന്നെ. നോക്കി പഠിച്ചോ. കുറച്ച് ഉപ്പിഞ്ഞോട്ടെടുത്തോ മോളെ. എവിടെ ഇരിക്കുന്നോ? അവിടെ വെച്ചോ. അല്ല, ഇന്ന് നേരത്തെ പോന്നോ? ആ, ഭയങ്കര തലവേദന. എന്തു പറ്റി? എന്താ അമ്മ എന്തേടി? പുറകിലുണ്ട്. ആ, എന്തായി വാങ്ങിയേക്കുന്നേ? അനുവേട്ടൻ വിളിച്ചായിരുന്നു. വിസ ഉടനെ റെഡിയാവുമെന്നാ പറഞ്ഞത്. കൂടിപ്പോയ 2 ആഴ്ച അതിനുള്ളിൽ കയറി പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള കാര്യങ്ങളെല്ലാം എടുപിടിയെന്നായിരിക്കും. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറ. ഇന്ന് കോച്ചിങ് സെന്ററിലെ സാറ് വിളിച്ചായിരുന്നേ. ഞാൻ പറഞ്ഞിരുന്നില്ലേ ക്ലാസ്സിന് പോകുന്നതിനെ പറ്റി. എന്താ ചെല്ലാത്തേന്ന് അറിയാനാ സാറ് വിളിച്ചത്. ഇതാണ് ഇത്ര വലിയ ആനക്കാര്യം. നിനക്കിനി സമയം കിടപ്പില്ലേ? താൻ ചുമ്മാ ധൃതി വെക്കാതെ. അല്ല, എക്സാംസ് ഒക്കെ അടുത്ത് തുടങ്ങി, അപ്പം അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ട്. എൻ്റെ ജാനകി, ഈ തിരക്കിനിടയ്ക്ക് നീ കൂടെ എടുത്ത് പോയാൽ എങ്ങനെയാണ്? എനിക്കിവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ്. അമ്മ ഒറ്റയ്ക്കാൻ അറിയത്തില്ലേ? അതിനിടയ്ക്ക് നീ എക്സാം ക്ലാസ്സൊന്നും പോയാൽ ശരിയാകത്തില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശരിയാവുന്നു? അല്ല, ക്ലാസ് അതിന് ഉച്ചവരെ ഉള്ളൂ. എടോ, കൂടിപ്പോയാൽ 2 ആഴ്ച അത്ര കൂടെ ഞാൻ അവിടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ മിനിമം 1 വർഷം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരത്തുള്ളൂ. താനിങ്ങനെ ധൃതി വെക്കാതെ തൽക്കാലം താൻ പോയി ഒരു സ്ട്രോങ് ചായ എടുത്തിട്ടോ. അവളുടെ ഒരു ക്ലാസ്. നീ വന്നപാടെ ചായ ഒന്നും എടുക്കേണ്ട നമ്മയോട് പറഞ്ഞേക്കാം. ഭർത്താവ് വന്നപ്പോഴേ വിട്ടുകിട്ടിയാണല്ലോ. അമ്മ, നായിന്റെ മോളെ കെട്ടിയെടുത്തോടി നീ. ആരാടി നിന്റെ അമ്മ? അമ്മ കുമ്മ കുടുംബത്തെ നാണക്കേടുണ്ടാക്കിയ നശൂലം. ഇറങ്ങി പോടി എന്റെ വീട്ടിൽ നിന്ന്. എന്റെ പറമ്പിൽ കയറിയ ഞാൻ കാല് വെട്ടും. കഴിവരുടെ മോളെ, എന്റെ വീട്ടിൽ കയറിപ്പോയേക്കല്ലേ നീ. വന്നിരിക്കുന്നു നാണമില്ലാത്തവള്. വന്നിരിക്കുന്നു. ആരാടി നിന്റെ അമ്മ? ആരാ നിന്റെ അമ്മ? ഉച്ചേച്ചി, എനിക്ക് ദേഷ്യം വന്നിട്ട് വയ്യ. നീ ഒന്ന് അടങ്ങ്. നാട്ടുകാർ കേൾക്കും പിള്ളേരെ പോലെ. ഇനി എന്തോ നാട്ടുകാർ കേൾക്കാനാ ചേച്ചി? തന്തയ്ക്കും തള്ളയ്ക്കും പറയിപ്പിച്ചിട്ട് എന്നിട്ട് ഓറഞ്ച് മേടിച്ചോണ്ട് വന്നിരിക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞ ഓറഞ്ച് വേണ്ട, ആപ്പിൾ മതിയെന്ന്. അമ്മ പറഞ്ഞ കേട്ടതൊന്നും നാട്ടിൽ ആദ്യമായിട്ടാ പിള്ളേർ ഇറങ്ങി പോകുന്നു. നാണമില്ലാത്തവളെ, നാട്ടിലുള്ള പിള്ളേര് പോകുന്നത് പോലാണോടി നിന്നെ ഞാൻ വളർത്തിയത്?
നാട്ടിലുള്ള പിള്ളേര് പോകുമ്പോഴേ പറയാനും ചിരിക്കാനും ഒക്കെ എളുപ്പമുണ്ട്. എന്റെ രമയൊന്ന് അകത്തോട്ട് പോ. അവൾ അമ്മയെന്നും വിളിച്ചോണ്ട് വന്നിരിക്കുന്നു. എടി പെറ്റതള്ളക്കായിട്ട് വേദന എന്നാന്നറിയത്തുള്ളു. നിനക്കതറിയാവോ? അമ്മ എന്റെ ഇവളെ എനിക്ക് വേണ്ട ചേച്ചി, ഇവളെ എനിക്ക് കാണണ്ട. കൊച്ചേർക്ക, എന്താ ചേച്ചി? നീ അവളെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. ഓ ഞാൻ പറഞ്ഞ കൊച്ചായിട്ട് വന്നാൽ മതി. സിനിമയിലൊക്കെ അങ്ങനെയാ, നീ വാങ്ങിക്കോട്ട്. എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു ചേച്ചി എനിക്ക് അവളെ. ഇവളിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞു. അവള് പോയിരിക്കുന്നു. ഇവക്ക് വേറെ ഒരുത്തനെ കണ്ടില്ലേ ചേച്ചി?